പൈസ ഉണ്ടാക്കാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമല്ലേ? അലഞ്ഞു നടക്കട്ടെ അങ്ങോട്ടൊക്കെ. നമ്മള് സഹായിക്കാന്ന് പറഞ്ഞല്ലേ, അപ്പൊ രണ്ടിനും അഹങ്കാരം. അല്ലോ അമ്മ, അത് അഹങ്കാരമല്ല, ആത്മാഭിമാനോ. അന്യന്റെ മുതൽ വാങ്ങി ചെലവഴിക്കാൻ ആത്മാഭിമാനമുള്ള ഡോക്ടർ നിരഞ്ജന് ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്ത്? ആ 50 ലക്ഷത്തിന്റെ ചെക്ക് നമ്മൾ മാറിയെടുത്ത കാര്യം ഡോക്ടർ നിരഞ്ജനോടങ്ങ് പറയാം. അയ്യോ, എന്റെ പൊന്നു മോനെ, നീ അബദ്ധമൊന്നും കാണിക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നോട് പറഞ്ഞതാ, ഈ കാര്യത്തിൽ എടുത്തിയാടി വലിയ പുണ്യാളിനൊന്നും ചമയാൻ നിക്കണ്ടെന്ന്. ഇതങ്ങനെ നിരഞ്ജൻ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ ഒരിക്കലും വിശ്വസിക്കില്ല. ശ്രുതിമോളെ പിന്നെ നിനക്ക് കാണി കാണാൻ പോലും കിട്ടില്ല. അതുകൊണ്ട് ആവേശമൊന്നും വേണ്ട. ഇവിടുത്തെ നീക്കങ്ങളൊക്കെ അറിഞ്ഞിട്ട് മമ്മ നിന്നെ വിളിച്ചോളാം. അതുവരെ അവിടെ ഒന്ന് അടങ്ങിയിരിക്കേ. ആ ശരി ശരി, എന്തായാലും അമ്മയെ തൽക്കാലം ഞാനങ്ങ് അനുസരിക്കാം. അതാ നല്ലത്. നീ ഫോൺ വെച്ചു, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ആ ശരി ശരി. ആഹാ, കാക്കകൾ ചേക്കേറി, മൂങ്ങകൾ ഇര പിടിക്കാൻ ഇറങ്ങി. എന്നിട്ടും ഈ സ്വാമിക്ക് മാത്രം ഇതുവരെ കൂടണേ നേരമില്ലേ? എന്റെ പൊന്നു മേഡം, പരിഹസിക്കണ്ട. ഈ സ്വാമിക്ക് രാത്രിയും പകലൊക്കെ ഒരേപോലെ. അതെനിക്കറിയാം. ഇങ്ങനെ രാവെന്നും പകലൊന്നും ഇല്ലാതെ അധ്വാനിച്ചിട്ടാണല്ലോ സ്വാമി എന്റെ ഈ പൊന്നാങ്ങളെ കൊണ്ടുപോയി കുഴി ചാടിച്ചത്. വെറും കുഴിയല്ലോ, മരണക്കുഴി. അതിന് നിനക്കെന്താ? നിന്നോട് ആരെങ്കിലും സഹായം ചോദിച്ചോ? അയ്യോ, നമ്മുടെ സഹായം ആർക്കും വേണ്ടല്ലോ. ഞാനും എന്റെ മോനും വെച്ച് നീട്ടിയ സഹായം നിരസിച്ചിട്ട് സാമ്പ്രാണിക്കൊടിയിലോട്ട് സഹായം ചോദിച്ചു പോയവര് നനഞ്ഞ കോഴിയെ പോലെ വന്നിരിപ്പുണ്ടപ്പുറത്ത്. ആര്? നിരഞ്ജന അക്ഷരയോ? അല്ലാതെ പിന്നെ ആര്? അതിന്റെ ആവശ്യമില്ലല്ലോ. സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് ഒരു സഹായവും വേണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിനിപ്പോ നിങ്ങളുടെ വാക്കിന് ഇപ്പൊ ആര് വില കൽപ്പിക്കുന്നു? ഉണ്ടായിരുന്നതെല്ലാം കൊണ്ടുപോയി ഒരുത്തിയുടെ കാൽക്കൽ അടിയറവ് വെച്ചിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ വട്ടമേശ സമ്മേളനം കൂടിയിട്ട് ഒരു കാര്യമില്ല. ചെന്ന് മോളോട് മരുമോനോട് ചോദിക്കും. ചെല്ല്. എന്താ നിരഞ്ജന ഒരു പരവേശം? സാമ്പ്രാണിക്കൊടിയിൽ പോയിട്ട് കുടിക്കാൻ വെള്ളം പോലും കിട്ടിയില്ലേ? വെള്ളം കുടിക്കാനല്ല സാമ്പ്രാണിക്കൊടിയിലേക്ക് പോയത്. പിന്നെ ഇതിനാ പോയത്? സഹായം യാചിക്കാനോ? സർ, എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയത്. എനിക്കും കൂടി അവകാശപ്പെട്ട ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലേക്ക്. അവിടെ നിന്നും ഒരു സഹായം ഞാൻ ആവശ്യപ്പെട്ടാൽ അതെങ്ങനെ യാചനയാവും? പിന്നെ അക്ഷര സാറിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ സാർ അതിനെ യാചനയായിട്ടാണോ കാണുന്നത്? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. പറഞ്ഞു വന്നപ്പോ പറ്റിയൊരു നാക്കുപിഴയായിട്ട് കണ്ടാൽ മതി. ഡാഡിക്ക് ഈയിടെയായി നാക്കുപിഴകൾ കൂടുതൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ നിന്നോടല്ല സംസാരിക്കുന്നത്, നിരഞ്ജനോടാ. ആരോട് സംസാരിച്ചാലും എന്റെ ഭർത്താവിന് നോവുന്നിടത്ത് ഞാൻ മറുപടി പറയും. എന്റെ പൊന്നു മേഡം, അത് വിട്ടുകളാ. സാറ് പറഞ്ഞല്ലോ സാറിനൊരു നാക്കുപിഴ പറ്റിയതെന്ന്. സ്വാമി മിണ്ടരുത്. ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയോ? ഡാഡിയുടെ കാര്യസ്ഥൻ വായ പൊത്തി മാറി നിന്നാ മതി. അതെ, വന്ന് വന്ന് വഴിയെ പോയവൻ വീട്ടുകാരനായ അവസ്ഥ എവിടെ? നാണക്കേട്. സാറേ, ഞാൻ പോയേക്ക്. കേട്ട് നിൽക്കുന്നതിനൊരു പരിധിയില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാറ് വിളിച്ചാൽ മതി.
സ്വാമിയെ പിണക്കി വിട്ടപ്പോ എല്ലാവർക്കും സമാധാനമല്ലോ. ആ സ്വാമി എവിടെ വരെ പോവാനാ? നിങ്ങളുടെ അടിവേര് മാന്തി എടുക്കാതെ അവൻ ഇവിടം വിട്ടു പോവില്ല. നോക്കിക്കോ. ഞാൻ പറഞ്ഞേ നടക്കൂ. നാളെ നേരം വെളുക്കുമ്പോ ഇളിച്ചോണ്ടി മുറ്റത്ത് നിൽക്കുന്നത് കാണാം. എങ്ങനെയുണ്ട് ദേവികെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ? ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയൊക്കെ തന്നെയാ സിദ്ധു. പിന്നെ നിത്യമോളുള്ളത് ആകെ ഒരു ആശ്വാസം. ശരത്തുന്ന ചതിനു വേണ്ടി കാലം കാത്തുവെച്ച ആയുധമാണ് നിത്യമോള്. ധൈര്യമായിട്ട് പോരാട്ടത്തിന് ഇറങ്ങാൻ പറയും. സുധിയേട്ടന്റെ സ്ഥാനത്ത് നിന്ന് കൈപിടിക്കാൻ ഞാനുണ്ടെന്ന് പറഞ്ഞേക്ക്. അതവൾക്ക് അറിയാം സിദ്ധു. പാവം അച്ഛൻ ജയിലിൽ പോയതിന്റെ സങ്കടത്തിലാ. ആ സങ്കടം നിത്യയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കൂടുതൽ ഇന്ധനാവുകയുള്ളൂ. നിത്യമോള് സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴുതടച്ച ആക്രമണമായിരിക്കണം. ചെയ്ത പാതകങ്ങളെല്ലാം ആ കുറുക്കനെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിക്കണം. പറയിപ്പിക്കും. അവൻ ചെയ്ത കള്ളത്തരങ്ങൾ ഓരോന്നായി അവനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കണം. അവസാനം കാണാതെ പോയ മുത്തശ്ശിയുടെ 15 സെന്റ് സ്ഥലത്തിന്റെ ആധാരത്തിന്റെ സത്യാവസ്ഥ വരെ. ദേവികയൊന്നും കഴിച്ചു കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും കഴിക്ക് പ്ലീസ്. എന്റെ അച്ഛൻ അവിടെ കണ്ണു നിറഞ്ഞ അച്ഛൻ നിന്നത്. എന്റെ ദേവികയെ കൊച്ചു കുട്ടികളെ പോലെ ആവല്ലേ. അച്ഛന് ജയിലിൽ ഭക്ഷണം കഴിച്ചേ മതിയാവൂ. വേണ്ടെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റത്തില്ല. ജയിലിലെ മെയിൽ ടൈമിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. അല്ലാതെ സെല്ലിലിരിക്കാൻ അവർ സമ്മതിക്കുന്നില്ല. വല്ല രാഷ്ട്രീയക്കാരും ആയിരുന്നെങ്കിൽ നെഞ്ചുവേദന അഭിനയിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയന്. ആ അച്ഛൻ അതൊന്നും അറിയത്തില്ല. നല്ല മനസ്സുള്ളവർക്ക് അത്ര നാട്യമൊന്നും വശം ഉണ്ടാവില്ല ദേവികെ. അച്ഛൻ സത്യത്തെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസം മുൻപോട്ട് പോയാലും സത്യമേ ജയിക്കൂ. ഞാനും ആ പ്രാർത്ഥനയില്ല. ദേവികയുടെ കാര്യം ഓർക്കുമ്പോ ഇവിടെ അച്ഛനും എനിക്കും അളിയനും ഒക്കെ വലിയ ആശങ്കയുണ്ട്. ദേവിക അവിടെ ഒറ്റപ്പെട്ട്. എന്നെ ഓർത്ത് എനിക്ക് ഭയമില്ല സിദ്ധു. എന്റെ അച്ഛനെ ഓർത്ത് എനിക്ക്